11ാം ആഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയ കഴിഞ്ഞു. ആരായിരിക്കും അടുത്ത ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത്? വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ആഴ്ചയിലെ എവിക്ഷനിൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എവിക്ഷൻ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അക്ബറിനാണ് കേട്ടോ. 4 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. മാനിപ്പുലേഷൻ, വഴക്കിൻ്റെ ആസൂത്രണം, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെടുന്നു, ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് 4 വോട്ടുകളുമായി അക്ബർ എവിക്ഷൻ നോമിനേഷനിലേക്ക് എത്തി നിൽക്കുന്നത്. ഡേർട്ടി ഗെയിം കളിക്കുന്നു, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കളിക്കുന്നു, ആങ്ങളക്കാട് ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന ഷോയോട് നീതി പുലർത്തുന്നില്ല, വീക്ക് ഗെയിമർ എന്ന് പറഞ്ഞ് 3 വോട്ടുകളുമായി നൂറയും, കള്ളത്തരം, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, 2 വള്ളത്തിൽ കാലിട്ട് നടക്കുക എന്നുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് 3 വോട്ടുകളുമായി നിവിനും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പുച്ഛഭാവം, ആരെയും ബഹുമാനമില്ലായ്മ എന്ന കാരണത്താൽ 2 വോട്ടുകളുമായി ആര്യനും, പ്രിൻസിപ്പൽ പരിവേഷം കെട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 വോട്ടുകളുമായി ലക്ഷ്മി. ഇവരൊക്കെയാണ് എവിക്ഷൻ നോമിനേഷൻ വന്നു നിൽക്കുന്നത്. ലക്ഷ്മി, ആര്യൻ, നിവിൻ, നൂറ, ഷാനവാസ്, അക്ബർ എന്നീ 6 പേരാണ് ഈ ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷനിൽ വന്നു നിൽക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് വിജയിക്കുകയാണെങ്കിൽ ആര്യന് ഈ നോമിനേഷനിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളൊരു വീറും വാശിയോട് കൂടിയിട്ടുള്ള കളിയാണ് ആര്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിവിൻ, ലക്ഷ്മി എന്നിവർക്കാണ് കഴിഞ്ഞ ആഴ്ചയിലെ വോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ വോട്ടുകൾ കുറവുണ്ടായിരുന്നത്. നൂറയും നിവിനും ലക്ഷ്മിയും ആയിരിക്കും ഡേഞ്ചർ സോണിൽ വരാൻ പോകുന്ന 3 കണ്ടസ്റ്റൻസ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോവുക എന്നുള്ളത്. അവർ നന്നായി കളിക്കട്ടെ, കളികൾ കാത്തിരുന്ന് തന്നെ കാണാം. കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.